ഇവിടെ വന്നിട്ടുള്ള പ്രവാസിനെ പറ്റി വന്നിട്ടുള്ള ആകെ സമ്പാദ്യമാണ് ഫ്രണ്ട്സ്. ഞാൻ വിളിച്ചിട്ട് നീ ചലിക്കുന്നുണ്ടോ? നീ ചലിച്ച നിന്റെ കയ്യിൽ നിന്ന് ഫോൺ ചലിക്കും. ഒരു കഷ്ടാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയ ദിവസമാണ് കേട്ടോ. ഞാൻ ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞു, നിസ്കാരം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മൈലാഞ്ചി പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ്. അബ്ദുള്ള നിങ്ങൾ മോനു അബ്ദുള്ളനെ എൻ്റെ വാവേനെ കുളിപ്പിച്ച് സുന്ദരനാക്കി കേട്ടാ. നമ്മളെവിടെ പോവാ? ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പോൾ ഇനി ഞാനും പോയിട്ട് റെഡി ആയിട്ട് വരാം. നമുക്ക് അടപ്പിട്ട് മൈലാഞ്ചി പരിപാടിയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാവേ. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. അങ്ങനത്തെ എൻ്റെ പുതിയ കഫ്താനാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഡ്രസ് കോഡാണ്, കുറച്ച് പേരെല്ലാം ഡ്രസ് കോഡാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങുവാണ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാവേ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അബ്ദുള്ള പുറകിൽ നിൽക്കണം. അബ്ദുള്ളക്ക് വരണമെന്നൊന്നും താല്പര്യമില്ല. അബ്ദുള്ളക്ക് എപ്പോഴും ഇങ്ങനെ TV ഉണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും ഓൾറെഡി അവിടെ എത്തി. ഞാൻ മാത്രമാണ് ലേറ്റ് ആയത്. കാരണം ഞാൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര ടയേർഡ്. എനിക്കൊന്ന് കിടന്നാൽ അപ്പം ഉറങ്ങും എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനത്തെ പക്ഷെ അവർ വിളിച്ചല്ലേ, പോകാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ശരിയേ കിട്ടിയോട് പോവാ. നമ്മളെത്താറായി. ഇന്ന് എത്ര മിനിറ്റ് ഉണ്ട് ഷെവി? 3 മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ. ഇപ്പൊ എത്തും. ഈ സിഗ്നലിൽ നിന്നാന്ന് തോന്നില്ലേ? ആണാ? വിളിക്കണോ ആരേലും? ഒരു ഡൗട്ട്, ഈ ഒരു സിഗ്നലിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടിയെന്ന്. ആണാ? നമ്മളെത്താറായി. എടി ജംഷന്റെ അങ്ങനെ എത്തി ഇറങ്ങുവാണ് കേട്ടോ. അബ്ദുള്ള ബാ, ശരി ഇനി പോയിട്ട് വട്ടെ. അബ്ദുള്ള വാ. അബ്ദുള്ള ഹായ്. ഇതാണ് റംസി കേട്ടോ. ഈ ലൈറ്റ് ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നു. അബ്ദുള്ള വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞങ്ങളങ്ങനെ അകത്തോട്ട് പോകുന്നു. ഞങ്ങളെല്ലാം ഡ്രസ് കോഡാണ് കേട്ടോ. ഗ്രീൻ ആണ്. ഇത് വെട്ടത്ത് കാണത്തില്ല, അകത്ത് നന്നായിട്ട് കാണിക്കും അല്ലേ. ഇവിടെ വന്നിട്ടുള്ള പ്രവാസിനെ പറ്റി വന്നിട്ടുള്ള ആകെ സമ്പാദ്യമാണ് ഫ്രണ്ട്സ്. വാ. അങ്ങനെ നമ്മൾ അസൂറാത്താൻ്റെ വീട്ടിൽ വന്ന് കേട്ടോ. അസൂറാത്താൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ തവണയും കൂടിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസൂറാത്താൻ്റെ തന്നെ കുറച്ച് വലിയ വില്ലയാണ്. അപ്പം ഫ്രണ്ട്സിനൊക്കെ വന്നാൽ ഇരിക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കുറച്ച് നല്ല ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരുമ്പം നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ദേണ്ട എല്ലാവരും മൈലാഞ്ചി ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ 2 മൈലാഞ്ചി ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് അത്ര എൻ്റെ കയ്യിൽ ചുമന്നില്ല മൈലാഞ്ചി ഇട്ടിട്ട്. അങ്ങനെ അസൂറാത്താണെങ്കിൽ നല്ല ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ഫ്രൂട്ട് സലാഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ താമസിക്കുന്നതിൻ്റെ റൂമിന് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിൻ്റെയും കേട്ടോ. ഇതിൽ മർജിയുടെയും ഷർമിത്തയുടെയൊക്കെ വീടുകളിൽ കുറച്ച് അവർ മനാമയാണ്. ബാക്കി ഞങ്ങളെല്ലാവരും വെസ്റ്റ് റഫയിൽ തന്നെയാണ്. അപ്പം റഫയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും കാണുകയും കൂടിയൊക്കെ ചെയ്യാം. അപ്പം പിന്നെ നാട്ടിലെല്ലാവരും പല പല സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മളെല്ലാവരുമായിട്ട് കൂടുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാവരും ഒരേ വൈബിലുള്ള ആളുകളാണ്. അപ്പം ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. അങ്ങനെ വേണ്ട ഷർമീത്ത മർജിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം എല്ലാവരെയും വന്ന് ആ ഒരു കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ മാത്രമായിരുന്നു ലേറ്റായത്. കാരണം എനിക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അതുമാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോയതായിരുന്നു ഷോപ്പിങ്ങിനൊക്കെ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല തലവേദനയായിരുന്നു. അപ്പം പിന്നെ ഇവരൊക്കെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് വരാണ്ടിരിക്കുന്നത്, അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നോളായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോയും റീൽസും ഒക്കെ എടുത്ത്. ഇത് പെരുന്നാളിൻ്റെ തലേന്നുള്ള വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് ഫ്രീ ആയത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തെല്ലാം എടുത്തത്. പിന്നെ നമ്മൾ 4 പേര് ഒരുപോലത്തെ കഫ്താനായിരുന്നു ഇട്ടത് കേട്ടോ. ഇതിനകത്ത് റംസിക്ക് കഫ്താൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഷാനത്തോണ്ട് അടിപൊളി മെറ്റീരിയലാണെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടപ്പം പെർ മീറ്ററിന് വളരെ വിലക്കുറവായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചാണ്. ഷാനത്താണ് നമുക്കിതെല്ലാം തയ്ച്ചത് കേട്ടോ.
വേറൊരു കഫ്താനൂടെ ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം അടിപൊളിയായിട്ടൊക്കെ ഷാനത്ത കഫ്താനൊക്കെ തയ്ക്കും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കഫ്താനും മാത്രമായിരുന്നു ബെൽറ്റ് ഉണ്ടായിരുന്നത്, അവരുടെ ഒന്നും കഫ്താന് ബെൽറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ബെൽറ്റുള്ള കഫ്താനായിരുന്നു, എല്ലാവരും പറഞ്ഞ് നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാവരും കുറച്ച് സംസാരിച്ചും ഫോട്ടോയും റീൽസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി അവിടെ ചെന്നപ്പോൾ തന്നെ 10 മണിയായി, അതുകൊണ്ട് നമ്മൾ ലേറ്റായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അടുത്ത ജംഷിയുടെ വീട്ടിലോട്ട് പോയിട്ടോ. ജംഷിയുടെ വീട്ടിൽ ഞാനും മർജിയും ഷാനത്തയും മർജിയും ഷർമീത്തയും മാത്രമേ പോയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ് നമുക്ക് ജംഷിയുടെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്നിരുന്ന് പിന്നെ ഷർമീത്തയുടെ കയ്യിൽ കുറച്ചുകൂടെ മൈലാഞ്ചി ഇടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജംഷി ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞങ്ങളുടെ മൈലാഞ്ചി ഇട്ടുകൊണ്ട നേരത്താണെങ്കിൽ പിന്നെ ജംഷി പോയിട്ട് നല്ല അടിപൊളി ചോറും മോരുകറിയും പിന്നെ കൊഞ്ചുകറിയും അതുപോലെ തോരനൊക്കെ വെച്ചിട്ട് കൊണ്ടു തന്നു കേട്ടോ. അപ്പം നമ്മൾ വെളുപ്പിനെ നോമ്പ് പിന്നെ ഒരു 4 മണി 3:30 മണിയായി നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ കേട്ടോ. നമ്മളെല്ലാം വേഗം കഴിക്കുകയാണ്, കാരണം 4 മണി കഴിയുമ്പോഴത്തേന് ബാങ്ക് വിളിക്കുമല്ലോ. അപ്പം ഫുഡെല്ലാം കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. സാധാരണ നമ്മളിവിടെ വരുമ്പോൾ ഫുഡ് പുറത്തുനിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്കെല്ലാം നോമ്പായതുകൊണ്ട് അവൾ പിന്നെ പറഞ്ഞ് ചോറ് വെക്കാൻ. അപ്പം ചോറൊക്കെ കഴിച്ചപ്പം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അവൾ നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും. അങ്ങനെ ഫുഡെല്ലാം എല്ലാവരും കഴിച്ചു. അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ടൈമായി കേട്ടോ. 4 മണിയാകുമ്പോഴത്തേന് ഷെവിയനെ വിളിക്കാൻ വരും. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാനെല്ലാം കറക്റ്റ് ചെയ്യുവാണ്. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ മൈലാഞ്ചിയുടെ ഒരു വിശേഷങ്ങൾ കേട്ടോ. ഇതിൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം.